ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്ന ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായി നൽകുന്ന ഒരു ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഇതിൻ്റെ ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല ഇക്കോ ടൂറിസമാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് വിഘ്നേഷ് ബ്രഹ്മ എസ്, ദിയ ഫാത്തിമ, ആൻ മെരിയ, അലൈന എസ് ജിത്ത്, സീത, നന്ദന കെ പി, നിയ ഫാത്തിമ ടി ടി, ജുന്ന ബൈജു, ആദിൽ കെ ടി, ദൃശ്യ, നവനീത്, റൈഷ് കെ, സ്വാലിഹ തയ്യിൽ, ഫൈഹ മെഹ്റിൻ എം എസ്, ശ്രീരുദ്ര, ആവണി എന്നിവരാണ്. ഇന്നത്തെ വീഡിയോയിലും ഇതേപോലെ ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? 1974 ജൂൺ 5-ാം തീയതിയാണ് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷമേത്? 1966 ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. അതായത് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ തുടങ്ങുന്നത് 1966. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ എൻവിറോൺമെൻറ്റൽ സയൻസ്? പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൂ ഈസ് നോൺ ആസ് മദർ ഓഫ് ഇന്ത്യൻ എൻവിറോൺമെൻറ്റൽ സയൻസ്? മേധാ പട്കറാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മദർ ഓഫ് ഇന്ത്യൻ എൻവിറോൺമെൻറ്റൽ സയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേധാ പട്കർ. വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്ന ആളാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മസനോബു ഫുക്കുവോക്ക. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് പരിസ്ഥിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് എൻവിറോൺമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. എട്ടാമത്തെ ചോദ്യം: 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ് 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കെ എം മുൻഷി. ഒൻപതാമത്തെ ചോദ്യം: സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം മൃണാളിനി സാരാഭായ്.
വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം അഥവാ സ്റ്റേറ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാൾ. 11ാമത്തെ ചോദ്യം: മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരാണ് കാവുകൾ. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാവുകൾ. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ്. 13ാമത്തെ ചോദ്യം: സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏതാണ്? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ദുംഗ്വ ദേശീയോദ്യാനമാണ് സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ദ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊജക്റ്റ് ടൈഗറിനെ പറ്റി പറഞ്ഞിരുന്നു. ഇന്നത്തെ ചോദ്യം: പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയ വർഷമേത്? 1992ലാണ് പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയത്. ആർക്കെങ്കിലും പ്രൊജക്റ്റ് ടൈഗർ തുടങ്ങിയ വർഷം ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. 16ാമത്തെ ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് UNEP. UNEPയുടെ ഫുൾ ഫോം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് 2 പരിസ്ഥിതി ദിന ക്വിസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 16ാമത്തെ ചോദ്യം: ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ സംരക്ഷണ മേഖല സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇടുക്കി ജില്ല. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഊർജ്ജ സംരക്ഷണം അഥവാ എനർജി സേവ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ വിളക്ക് അഥവാ ലൈറ്റുകൾ ഏതാണ്? ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും. LED വിളക്കുകൾ അഥവാ LED ലൈറ്റുകളാണ് ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്കുകൾ. 18ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? സമാധാനത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പക്ഷി എല്ലാവർക്കും അറിയാം, പ്രാവ് തന്നെയാണ്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രാവ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? നെയ്യാറിൽ സ്ഥിതി ചെയ്യുന്ന സഫാരി പാർക്കാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നെയ്യാർ. 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് വേപ്പ്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേപ്പ്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 20ാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്?
കേരളത്തിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ജൈവ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാസർഗോഡ്. 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? അതായത് വേൾഡ് എർത്ത് ഡേ. ഭൗമദിനമെന്നാൽ എർത്ത് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ലോക ഭൗമദിനം അഥവാ വേൾഡ് എർത്ത് ഡേ ആചരിക്കുന്നത് ഏപ്രിൽ 22-ാം തീയതിയാണ്. എല്ലാവരും ഇത് ഓർത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പരിസ്ഥിതി ദിന ക്വിസിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. പരിസ്ഥിതി ക്വിസിൻ്റെ മാത്രമല്ല, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? ധാരാളം പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? 23ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? നമ്മുടെ 1ാമത്തെ വീഡിയോയിൽ ഈയൊരു ചോദ്യം ഉണ്ടായിരുന്നു. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന വ്യക്തിയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. കുറേ പേർ ഉത്തരം രേഖപ്പെടുത്തുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ നിർബന്ധമായും നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അതായത് കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ഈ വീഡിയോയിൽ 25ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. താഴെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.